ഹലോ, VBY ITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലെ സെക്കൻഡ് മൊഡ്യൂൾ ബേസിക് SMTയുടെ 5ാമത്തെ ക്ലാസ്സാണിന്ന്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് SMD, SMT, സോൾഡറിങ് ടെക്നിക്ക്, പ്രിക്വേഷൻസ്, അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ കുറിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർഫസ് മൗണ്ട് ടെക്നോളജി എന്താണ്, SMT, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, കൂടാതെ SMD IC പാക്കേജസും അതിൻ്റെ ചെറിയൊരു പോർഷനാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സർഫസ് മൗണ്ട് ടെക്നോളജി SMT എന്ന് പറയുന്നത് എന്താണ്? Surface mount technology SMT is a method for producing electronic circuits in which the components are mounted or placed directly onto the surface of printed circuit board. ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് കമ്പോണൻസ് സോൾവ് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സർഫസ് മൗണ്ട് ടെക്നോളജി. ആ ടെക്നോളജിയുടെ പേരാണ് സർഫസ് മൗണ്ട് ടെക്നോളജി എന്ന്. ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസ് സോ മെയ്ഡ് ഈസ് കോൾഡ് സർഫസ് മൗണ്ട് ഡിവൈസ്. ഈ സർഫസ് മൗണ്ട് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസസിന് പറയുന്ന പേരാണ് സർഫസ് മൗണ്ട് ഡിവൈസ് എന്ന് പറയുന്നത്, SMD. അപ്പോൾ SMD എന്ന് പറഞ്ഞാൽ സർഫസ് മൗണ്ട് ഡിവൈസും SMT എന്ന് പറഞ്ഞാൽ സർഫസ് മൗണ്ട് ടെക്നോളജിയാണ്. SMT കമ്പോണൻസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ പാസീവ് കമ്പോണൻസ് ആയ റെസിസ്റ്റർ, കപ്പാസിറ്റർ, പിന്നെ വരുന്ന ട്രാൻസിസ്റ്റർ, ഡയോഡ്, പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആയ മോസ്ഫെറ്റ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ വരുന്നത് IC. അപ്പോൾ SMT കമ്പോണൻസ് വരുന്നത് പാസീവ് കമ്പോണൻസ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്സ് ആൻഡ് ട്രാൻസിസ്റ്റേഴ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് SMT ഓവർ ദി ഓൾഡർ ത്രൂ ഹോൾ ടെക്നിക്. നമ്മൾ SMTയുടെ അഡ്വാൻറ്റേജ്, നമ്മൾ മുമ്പുണ്ടായിരുന്ന സോൾഡറിങ്ങിനെ അപേക്ഷിച്ച് SMT കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ജനറേഷൻ നമ്മൾ ഉപയോഗിച്ചിരുന്നത് PCB ത്രൂ ഹോൾ ടെക്നിക്കായിരുന്നു. അതായത് ഹോളിലേക്ക് നമ്മൾ കമ്പോണൻസ് വച്ച ശേഷം സോൾഡർ ചെയ്യുന്ന പ്രോസസ്സ്. ഇപ്പോൾ നമ്മൾ ആ ബോർഡിൽ തന്നെയാണ്, അതിൻ്റെ സർഫസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് ടെക്നോളജി പ്രകാരം നമ്മൾ കമ്പോണൻറ്റ് ആ ഹോളിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ സോൾഡറിങ് ഭാഗത്തായിരുന്നു നമ്മൾ എന്തെങ്കിലും സോൾഡർ ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ PCB ബോർഡിൻ്റെ സർഫസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സോൾഡർ ചെയ്യുന്നത്. ഒന്ന്, സ്മോളർ കമ്പോണൻസ് ആസ് ഓഫ് 2012 സ്മോളസ്റ്റ് വാസ് 0.4 into 0.2 mm. സ്മോളർ കമ്പോണൻസ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ വളരെ സൈസ് കുറഞ്ഞ കമ്പോണൻസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൈസ് പറയുന്നത് 0.4 into 0.2 mm സൈസിലുള്ള കമ്പോണൻസാണ്. എക്സ്പെക്റ്റഡ് ടു സാമ്പിൾ ഇൻ 2013 ആർ 0.25 into 0.125. 2010 നമ്മൾ ഉപയോഗിച്ച 0.2 mm ഇപ്പോൾ അതിനെന്ത് ചെയ്യും, അതിനെ വീണ്ടും എന്ത് ചെയ്തു, കുറച്ചും കൂടി സൈസ് കുറഞ്ഞിട്ടാണ്. രണ്ടാമത്തെ, മച്ച് ഹയർ കമ്പോണൻറ്റ് ഡെൻസിറ്റി, കമ്പോണൻസ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് മെനി മോർ കണക്ഷൻസ് പെർ കമ്പോണൻറ്റ്. അതായത് കമ്പോണൻറ്റ് ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കമ്പോണൻസ് ഫിക്സ് ചെയ്യാൻ പറ്റും, സോൾഡർ ചെയ്യാൻ പറ്റും SMDയിൽ. പക്ഷേ സാധാരണ ഒരു സോൾഡറിങ് ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ കമ്പോണൻസ് സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ SMT പ്രകാരം കുറഞ്ഞ സ്ഥലത്ത്, അതായത് ഡെൻസിറ്റി കൂടുതൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കമ്പോണൻസ് സോൾഡർ ചെയ്യാൻ കഴിയും.
ലോവർ ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് ടൈം ഓഫ് സെറ്റിംഗ് അപ്പ് ഫോർ പ്രൊഡക്ഷൻ. ഇനീഷ്യൽ കോസ്റ്റ് വളരെ കുറവാണ്, അതുപോലെ തന്നെ സെറ്റിംഗ് ടൈം അത് പ്രൊഡക്ഷനിലുള്ള സമയം അതുപോലെ കുറവാണ്. ഫ്യൂവർ ഹോൾസ് നീഡ് ടു ബി ഡ്രിൽഡ്. അതിലുപയോഗിക്കുന്ന ഹോൾസ് വളരെ കുറവായിരിക്കും. സാധാരണ ഒരു പി സി ബിയിൽ ചെയ്യുമ്പോൾ കമ്പോണൻസ് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഹോൾസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഹോൾസ് ഡ്രിൽ ചെയ്യേണ്ടി വരും. ഇവിടെ SMGയിൽ എന്ന് പറയുന്ന ഹോൾസ് വളരെ കുറഞ്ഞ ഹോൾസ് മതി. കാരണം അത് കമ്പോണൻസ് ആയാലും എന്ത് ചെയ്യുന്നത് അത് സോൾവ് ചെയ്യുന്നത്. സിംപ്ലർ ആൻഡ് ഫാസ്റ്റർ ഓട്ടോമേറ്റഡ് അസംബ്ലി. സിമ്പിളായുള്ള അതുപോലെ തന്നെ ഫാസ്റ്റ് ആയുള്ള അസംബ്ലി. സം പ്ലേസ്മെൻറ്റ് മെഷീൻസ് ആർ ക്യാപ്പബിൾ ഓഫ് പ്ലേസിംഗ് മോർ ദാൻ 1,36,000 കമ്പോണൻസ് പെർ ഹവർ. അങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും, വർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ചില പ്ലേസ്മെൻറ്റ് മെഷീനിൽ എന്ത് ചെയ്യാൻ പറ്റും, 1,36,000 1,36,000 കമ്പോണൻസ് ഒരു അവർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ കഴിയും. സ്മോൾ errors in component placement are connected automatically as the surface tension of molten solder pulls component into alignment with the solder pads. ചെറിയ എന്തെങ്കിലും കറക്ഷൻ അതിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. കമ്പോണൻസ് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് സർക്യൂട്ട് ബോർഡ്. സാധാരണ പി സി ബി നമ്മൾ പറഞ്ഞു കമ്പോണൻറ്റ് സൈഡ് ഉണ്ടായിരിക്കും, സോൾഡറിങ് സൈഡ് ഉണ്ടായിരിക്കും. ഇവിടെ രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പോണൻസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ലോവർ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് അറ്റ് ദി കണക്ഷനിൽ ലോവർ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും. കോൺസിക്വൻ്റ്ലി ഫ്യൂവർ അൺവാണ്ടഡ് RF സിഗ്നൽ എഫക്ട്സ് ആൻഡ് ബെറ്റർ ആൻഡ് മോർ പ്രെഡിക്റ്റബിൾ ഹൈ ഫ്രീക്വൻസി പെർഫോമൻസ്. അവിടെ അൺവാണ്ടഡ് RF സിഗ്നലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ബെറ്റർ ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി പെർഫോമൻസ് ഉണ്ടായിരിക്കും. ബെറ്റർ മെക്കാനിക്കൽ പെർഫോമൻസ് അണ്ടർ ഷേക്ക് ആൻഡ് വൈബ്രേഷൻ കണ്ടീഷൻ. അത് ഷേക്ക് ആൻഡ് വൈബ്രേഷൻ കണ്ടീഷനിൽ അതിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. മെനി SMT പാർട്സ് കോസ്റ്റ് ലെസ് ദാൻ ഇക്വലൻറ്റ് ത്രൂ ഹോൾ പാർട്സ്. SMT പാർട്സിനേക്കാളും കുറവായി SMT പാർട്ടിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഹോൾ ത്രൂ പാർട്സിനേക്കാൾ കുറവായിരിക്കും. ബെറ്റർ EMC പെർഫോമൻസ്, ലോവർ റേഡിയേറ്റഡ് എമിഷൻ. അവിടെ ഉണ്ടാകുന്ന എമിഷൻ എന്നൊക്കെ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഡ്യൂ ടു ദ സ്മോളർ റേഡിയേഷൻ ലൂപ്പ് ഏരിയ ബിക്കോസ് ഓഫ് സ്മോളർ പാക്കേജ് ആൻഡ് ദ സ്മോളർ ലീഡ് ഇൻഡക്റ്റൻസ്. അവിടെ ലീഡ് ഇൻഡക്റ്റൻസ് ഒക്കെ വളരെ കുറവായത് കാരണം അവിടുത്തെ പെർഫോമൻസ് എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സൈസ്, അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ എണ്ണം, ഡെൻസിറ്റി, അതെല്ലാം എന്താണ് SMTയിൽ കൂടുതലാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു PCB വർക്കിനേക്കാളും കുറഞ്ഞ ചിലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ എന്താണ് വളരെ കൺസ്ട്രക്ഷൻ വളരെ ചെറുതാക്കാൻ പറ്റും. സാധാരണ PCB ആകുമ്പോൾ നമുക്ക് വലിയ കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഇവിടെ SMT ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈസ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കുറയും. ഇനി അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, SMTക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. മാനുവൽ പ്രോട്ടോടൈപ്പ് അസംബ്ലി ഓർ കമ്പോണൻറ്റ് ലെവൽ റിപ്പയർ ഈസ് മോർ ഡിഫിക്കൾട്ട് ആൻഡ് റിക്വയർസ് സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മോർ എക്സ്പെൻസീവ് ടൂൾസ് ഡ്യൂ ടു ദ സ്മോൾ സൈസ് ആൻഡ് ലീഡ് സ്പേസിംഗ് ഓഫ് മെനി SMTs. അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, വളരെ കുറഞ്ഞ വളരെ സൈസ് കുറഞ്ഞ കമ്പോണൻസ് ആണ്. ഒരുപാട് കമ്പോണൻസിൽ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു ഡിസഡ്വാൻറ്റേജായി മാറുന്നത് അതിൻ്റെ എന്താണ്, കമ്പോണൻറ്റ് വൈസ് ആയിട്ടുള്ള റിപ്പയർ. ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് റിപ്പയർ ചെയ്യുന്നത് എന്താണ്, മോർ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ അതിന് സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് വേണം, അതുപോലെ തന്നെ എന്താണ്, എക്സ്പെൻസീവ് ടൂൾസ്. ആ ഒരു കമ്പോണൻറ്റ് റിപ്പയർ ചെയ്യാനുള്ള എക്സ്പെൻസീവ് ടൂൾസ് വേണം. കാരണം അതിൻ്റെ ആ കുറഞ്ഞ സൈസും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ആ സ്പേസിങ്. SMTs cannot be used directly with plug-in breadboards. ഒരിക്കലും ഒരു ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല പ്ലഗ് ഇൻ ബോർഡിൽ. റിക്വയറിങ് എയ്തർ എ കസ്റ്റം PCB ഫോർ എവറി പ്രോട്ടോടൈപ്പ് ഓർ ദി മൗണ്ടിങ് ഓഫ് SMT അപ്പോൾ പിൻ ലീഡഡ് കാരിയർ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് വേണം, ഒരു കസ്റ്റം PCBയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്.
SMD's solder connection may be damaged by putting compounds going through thermal cycle. SMD componentsന് എന്ത് വരാം, ഡാമേജ് വരാം. Solder joint dimension in SMT quickly become much smaller as advances are made toward ultrafine pitch technology. അവിടെ ഉണ്ടാകുന്ന സോൾഡർ ജോയിൻ്റ് ഡയമെൻഷൻ, സോൾഡർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൈസ് കുറഞ്ഞതായിരിക്കും. അത് ഉപയോഗിക്കുന്ന അൾട്രാഫൈൻ പിച്ച് ടെക്നോളജിയിൽ ആണ്. ദ റിലയബിലിറ്റി ഓഫ് സോൾഡർ ജോയിൻറ്റ് ബിക്കം മോർ ഓഫ് എ കൺസേൺ ആസ് ലെസ് ആൻഡ് ലെസ് സോൾഡർ ഈസ് അലൗഡ് ഫോർ ഈച്ച് ജോയിൻറ്റ്. സൈസ് കുറഞ്ഞ കാരണം, സോൾഡർ ജോയിൻറ്റ് സൈസ് കുറഞ്ഞ കാരണം അവിടെ വളരെ കുറഞ്ഞ സോൾഡർ മതി. വോയിഡിങ് ഈസ് എ ഫോൾട്ടി കോമൺലി അസോസിയേറ്റഡ് വിത്ത് സോൾഡർ ജോയിൻറ്റ്. സോൾഡർ ജോയിൻറ്റിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഫോൾട്ടാണ് വോയിഡിങ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി വെൻ റീഫ്ലോയിങ് എ സോൾഡർ പേസ്റ്റ് ഇൻ ദ SMT ആപ്ലിക്കേഷൻ. SMT ആപ്ലിക്കേഷൻ സമയത്ത് റീഫ്ലോ ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് വോയിഡിങ് എന്ന് പറയുന്നത്. ദ പ്രസൻസ് ഓഫ് വോയിഡ്സ് ക്യാൻ ബി ഡിറ്റീരിയേറ്റ് ദ ജോയിൻറ്റ് സ്ട്രെങ്ത് ആൻഡ് ഇവൻച്വലി ലീഡ് എ ജോയിൻറ്റ് ഫെയിലിയർ. ഈ വോയിഡിങ് ഉണ്ടാകുമ്പോൾ ആ ജോയിൻറ്റ് ഫെയിലിയർ സംഭവിക്കും. SMT is unsuitable for large high power or high voltage parts. For example, in power circuitry. SMT ഒരു ലാർജ് അല്ലെങ്കിൽ ഹൈ പവർ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് പാർട്സിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം അവിടെ ഉണ്ടാകുന്ന എന്താണ് സൈസ് കുറവും. അത് കാരണം നമ്മൾ SMT സാധാരണയായിട്ട് ഇതിൽ പവർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നില്ല. SMT is unsuitable as the sole attachment method for components that are subjected to frequent mechanical stress, such as connectors that are used to interface with external devices that are frequently attached and detached. അതായത് കമ്പോണൻസ് കണക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് എന്താണ് എക്സ്റ്റേണൽ ഡിവൈസസിനെ എന്ത് കണക്ട് ചെയ്യും. ക്ലാസിഫിക്കേഷൻ ഓഫ് SMD IC പാക്കേജസ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന SMD IC പാക്കേജസ്. ഫസ്റ്റ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു LSI, VLSI ആൻഡ് ULSI. സാധാരണയായിട്ട് ICs നമ്മൾ LSI, VLSI ആൻഡ് ULSI എന്നുള്ള പാക്കേജിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് ഈ LSI, VLSI, ULSI എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സർക്യൂട്ടിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് പേര്. LSI എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, ULSI എന്ന് പറഞ്ഞാൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അവിടെ ഉപയോഗിക്കുന്ന മില്യൺ, ULSIയിൽ നമ്മൾ മില്യൺ ട്രാൻസിസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Functions required for conventional IC packages are as follows. And function. First one, to protect IC chip from the external environment. External environment നിന്നും ICയെ സംരക്ഷിക്കുക. രണ്ട്, to facilitate the packaging and handling of IC chip. IC packing handling ഒക്കെ ചെയ്യും. To dissipate heat generated by IC chip. IC ചിപ്പിനുണ്ടാകുന്ന ഹീറ്റ് ഡിസിപ്പേഷന് ഹെൽപ്പ് ചെയ്യുന്നു. 4, to protect the electrical characteristics of the IC. IC electrical characteristics ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. With increasing integration and higher speed ICs and with the miniaturization of electronic equipment, newer packages have been requested by the industry which incorporate the functions listed below. അല്ലെ, അതിൽ ഉപയോഗിക്കുന്ന ഇൻ്റഗ്രേഷൻ, അതായത് അവിടെ ഉപയോഗിക്കുന്ന സർക്യൂട്ടിൻ്റെ എണ്ണം, അതുപോലെ അതിലുണ്ടാകുന്ന IC സ്പീഡ്, അതുപോലെ മിനിയേച്ചറൈസേഷൻ, അതിൻ്റെ സൈസ് കുറയ്ക്കുന്നത്, ഇതൊക്കെ അതിൻ്റെ ഫങ്ഷൻസ്. ഒന്ന്, മൾട്ടിപിൻ IO. 2, അൾട്രാ മിനിയേച്ചർ പാക്കേജസ്. 3, പാക്കേജസ് സ്യൂട്ടഡ് ടു ഹൈ ഡെൻസിറ്റി ICs. 4, ഇംപ്രൂവ്ഡ് ഹീറ്റ് റെസിസ്റ്റൻസ് ഫോർ യൂസ് വിത്ത് റീഫ്ലോ സോൾഡറിംഗ് ടെക്നിക്സ്. 5, ഹൈ ത്രൂ പുട്ട് സ്പീഡ്, ഇംപ്രൂവ്ഡ് ഹീറ്റ് ഡിസിപ്പേഷൻ,
ലോവർ കോസ്റ്റ് പെർ പിൻ. ഇത്രയാണ് അവിടെ ഉണ്ടാകുന്ന ഫങ്ഷൻസ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ICs ബൈ ദി മൗണ്ടിങ് മെത്തേഡ്. മൗണ്ടിങ് മെത്തേഡിനനുസരിച്ച് IC ക്ലാസിഫൈ ചെയ്ത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ത്രൂ ഹോൾ മൗണ്ട് പാക്കേജസ്, സർഫസ് മൗണ്ട് പാക്കേജസ്, കസ്റ്റം പാക്കേജസ്. അപ്പോൾ IC മൗണ്ടിങ് മെത്തേഡ് എങ്ങനെയാണ് ഒരു IC അതിലേക്ക് ഫിക്സ് ചെയ്യുന്നത് ആ മെത്തേഡിനനുസരിച്ച് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ത്രൂ ഹോൾ മൗണ്ട് പാക്കേജസ്. ത്രൂ ഹോൾ മൗണ്ട് പാക്കേജസ് ആ പേരുണ്ട്. ത്രൂ ഹോളിൽ ഫിക്സ് ചെയ്തിട്ട് അത് സോൾഡർ ചെയ്യാം. ത്രൂ ഹോൾ പാക്കേജസ് ഹാവ് എ സ്ട്രക്ചർ ഇൻ വിച്ച് ലീഡ് പിൻസ് ആർ ഇൻസേർട്ടഡ് ആൻഡ് സോൾഡേഡ് ഇൻ ടു ഹോൾസ് 0.8 to 1 mm in diameter, drilled through the printed circuit board. അപ്പോൾ ത്രൂ ഹോൾ മൗണ്ട് പാക്കേജ് എന്ന് പറഞ്ഞാൽ പിൻ ലീഡ് നമ്മൾ എന്ത് ചെയ്യും, ഹോളിലേക്ക് ഡ്രിൽ ചെയ്ത ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോൾഡർ ചെയ്യുന്നത്. അതിൻ്റെ ഡയമീറ്റർ 0.8 to 1 mm ആണ് ഡയമീറ്റർ. ആൻഡ് ഫൈൻഡ് wide application in electronic equipment where board space is not at a premium or where costs are a constant. അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൽ അല്ലേ, അത്ര സ്പേസിങ് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിപ്സ് ആൻഡ് PGAs ആർ ടിപ്പിക്കൽ പാക്കേജസ് ഇൻ ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ വരുന്ന അത് എന്താണ്, ഡിപ്പ്, ഡ്യുവലിൻ പാക്കേജ്. ഡ്യുവലിൻ ലൈൻ പാക്കേജിൽ വരുന്നതാണ് നമ്മൾ ത്രൂ ഹോൾ മൗണ്ട് പാക്കേജിൽ വരുന്ന ICs, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ICs. അതുപോലെ പിൻ ഗ്രിഡ് അറേ. പിൻ ഗ്രിഡ് അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ സൈസ് ആയിരിക്കും, അതിൻ്റെ 4 സൈഡിലേക്ക് ഉണ്ടായിരിക്കും പിന്ന് ഉണ്ടായിരിക്കും. അതാണ് സാധാരണയായിട്ട് ത്രൂ ഹോൾ മൗണ്ട് പാക്കേജിൽ വരുന്ന IC. സെക്കൻഡ് വൺ സർഫസ് മൗണ്ട് പാക്കേജസ്. Surface mount packages have a flat structure in which the lead pins are soldered directly to the soldered pattern called the mount pad provided on the PC board and are used in high pin density IC packages situations because devices can be mounted on both sides of PC board. QFPS and QFJS PLCC are typical packages in this group. സാധാരണയായിട്ട് നമ്മൾ സർഫസ് മൗണ്ട് പാക്കേജ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ സർഫസ് മൗണ്ട്, സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുക, സോൾഡർ ചെയ്യുക. അത് നമുക്ക് ബോർഡിൻ്റെ ഏത് സൈഡിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾഡർ ചെയ്യാൻ പറ്റും. സാധാരണ ഇതിൽ വരുന്നതാണ് QFPCസും QFJs. ഇനി കസ്റ്റം പാക്കേജസ്. കസ്റ്റം പാക്കേജ് മെമ്മറി മൊഡ്യൂൾസ് ആർ പാക്കേജസ് വിച്ച് ഹാവ് സെവറൽ മെമ്മറി IC മൗണ്ടഡ് ഓൺ എ PC board. അതായത് ഒരു മെമ്മറി മൊഡ്യൂളിൽ വരുന്ന ഒരുപാട് ICs നമ്മൾ എന്ത് ചെയ്യുക, ഒരു PC ബോർഡിൽ മൗണ്ട് ചെയ്യാം. ടേപ്പ് കാരിയർ പാക്കേജസ് യൂസിങ് ടാപ്പ് ഓട്ടോമേറ്റഡ് ബോണ്ടിങ് ടെക്നിക്സ്. ചിപ്പ് ഓൺ ബോർഡ് പാക്കേജസ് ഓർ IC CAD പാക്കേജസ്. TCP and COB പാക്കേജസ് ആർ കസ്റ്റം ഡിസൈൻ കൺഫേമിംഗ് ദ കസ്റ്റമർ സ്പെസിഫിക്കേഷൻ. കസ്റ്റമർ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ബൈ പാക്കേജ് മെറ്റീരിയൽ. പാക്കേജ് ആ ICക്ക് കൊടുക്കുന്ന പാക്കേജ് മെറ്റീരിയലിനനുസരിച്ച് നമ്മൾ IC ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പാക്കേജസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു സെറാമിക് ആൻഡ് പ്ലാസ്റ്റിക്. പാക്കേജസ് സാധാരണയായിട്ട് സെറാമിക് എന്നും പ്ലാസ്റ്റിക് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തത്. പാക്കേജ് മെറ്റീരിയൽസ് ക്യാൻ ബി സെലക്റ്റഡ് അക്കോർഡിംഗ് ടു ദെയർ ആപ്ലിക്കേഷൻ ഓർ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്. ഈ പാക്കേജ് കൊടുക്കുന്ന പ്ലാസ്റ്റിക് പാക്കേജ് വേണോ അതല്ലെങ്കിൽ സെറാമിക് പാക്കേജ് വേണോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പാക്കേജ് സ്റ്റൈല് സ്വീകരിക്കുന്നത്. സെറാമിക് പാക്കേജസ് ആർ നോൺ ഫോർ their higher reliability, but plastic packages are becoming more popular due to their low cost. സെറാമിക് പാക്കേജ് അതിൻ്റെ റിലയബിലിറ്റി കാരണം സെറാമിക് പാക്കേജ് അറിയപ്പെടുന്നു. പക്ഷേ പ്ലാസ്റ്റിക് പാക്കേജസ് ആണ് കൂടുതൽ പോപ്പുലർ, കാരണം അതിന് ലോ കോസ്റ്റാണ്. സെറാമിക് പാക്കേജിനെ അപേക്ഷിച്ച് അതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്.
Reliability has improved considerably in last few years, making plastic a very attractive alternative to ceramic. സെറാമിക്കിനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് പാക്കേജാണ്. ഇതാണ് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന IC സ്റ്റൈൽ, സാധാരണ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗേറ്റ് ICs ഒക്കെ സ്റ്റാൻഡേർഡ് ഡിപ്പ് ഒക്കെ സെറാമിക് പാക്കേജിലാണ്. ഓൾഡ് പാക്കേജ് സിമ്പിളാണ് AS, ന്യൂ ആണെങ്കിൽ AA. പിന്നെ അതിൽ വരുന്ന പിൻ കൗണ്ട് 16 പിന്നുണ്ട്, 18 പിന്നുണ്ട്, 20, 22, 24, 28, 40, 42, 48 പാക്കേജ്. പിന്നെ വരുന്ന CR ഡിപ്പ് എന്ന് പറയുന്നതാണ് കൺസ്ട്രക്ഷൻ തന്നെ, പിൻ നമ്പറിലും അതേപോലെ തന്നെയാണ്. PGA എന്ന് പറഞ്ഞാൽ പിൻ ഗ്രിഡ് അറേ എന്ന് പറയുന്നത്. ഈ പിൻ ഗ്രിഡ് അറേ എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ സൈസിൻ്റെ 4 ഭാഗത്തും പിന്നുണ്ടായിരിക്കും. ഈ പാക്കേജ് നെയിം ഡ്യുവലിൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഡിപ്പ് പാക്കേജസ് ആർ ഹെർമെറ്റിക് സെറാമിക് പാക്കേജ്. ദ ലീഡ് പിച്ച് ഈസ് 2.54 mm ആൻഡ് ദ പാക്കേജ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെറാമിക്. അതിൻ്റെ ലീഡ് പിച്ച് എന്ന് പറഞ്ഞാൽ 2.54 mm ആണ് അതിൻ്റെ ലീഡ് പിച്ച്. അതുപോലെ അതിൻ്റെ നിർമ്മിച്ചിരിക്കുന്ന ഇതെന്താണ്, സെറാമിക്കാണ്. മെറ്റൽ ഓർ ഗ്ലാസ് മേ ബി യൂസ്ഡ് ആസ് എ സീലിംഗ് മെറ്റീരിയൽ. മെറ്റൽ അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ച് ഇതെന്തായിരിക്കും, ആ സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ഗ്ലാസ് സീൽഡ്. ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആർ കോൾഡ് dip package. The lead pitch is 2.54 mm and package body is molded with the powder ceramic. ഇവിടെ അത് പാക്കേജ് ചെയ്തിരിക്കുന്നത് മോൾഡഡ് പൗഡർ സെറാമിക്. ദ സീലിംഗ് മെറ്റീരിയൽ ഈസ് ഗ്ലാസ്. അത് സീൽ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി പിൻ ഗ്രിഡ് അറേ. PGA packages are featured by the leads which are drawn out vertically from each package body and arranged on the specified grid. The package body is made up of ceramic. Ceramic കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. And the standard lead pitch is 2.54. PGA packages are suited to multi-pin packaging. ഉപയോഗിക്കുന്നത് മൾട്ടി-പിൻ പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇന്നത്തിൽ പറഞ്ഞുള്ളത് SMT എന്താണ്, അതിൽ ഉപയോഗിക്കുന്ന IC പാക്കേജ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പേര്. ഇനി IC പാക്കേജ്, അതിൽ വരുന്ന IC ഫാമിലി മൊത്തം ആണ് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ്.